അപ്പോൾ സെക്കൻഡ് സെമ്മിൽ നമുക്ക് പഠിക്കാനുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് സി പ്രോഗ്രാമിംഗ് ആണ്. സി പ്രോഗ്രാമിങ്ങിനെ പറ്റിയിട്ടാണ്. ഇതിൽ 5 മൊഡ്യൂളാണ് ഈ സി പ്രോഗ്രാമിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ നോക്കുക. 5 മൊഡ്യൂളാണ് നമുക്ക് ഈ സെമ്മിലുള്ളത്. അതിൽ 4 മൊഡ്യൂളാണ് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത്. 5ാമത്തെ പ്രാക്ടിക്കലാണ്. നമുക്കതുകൊണ്ട് തന്നെ 4 മൊഡ്യൂൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു സി ലാംഗ്വേജ് ആണ്. അതിൽ 4 ചാപ്റ്റർ വരുന്നുണ്ട്. 2ാമത്തെ മൊഡ്യൂളിൽ ഡിസിഷൻ മേക്കിംഗ്, ബ്രാൻഡിങ് ആൻഡ് ലൂപ്പിംഗ് ആണ്. അതിലും 4 ചാപ്റ്റർ വരുന്നുണ്ട്. 3ാമത്തെ മൊഡ്യൂള് അറേസ് ആൻഡ് ഫങ്ഷൻസ് ആണ്. അതിൽ 9 ചാപ്റ്ററാണ് വരുന്നത്. പിന്നെ 4ാമത്തത് സ്റ്റോറേജ് ക്ലാസ്സസ്, സ്ട്രക്ചർ ആൻഡ് യൂണിയൻ പോയിന്റേഴ്സ് എന്നതാണ്. അതിലും 5 ചാപ്റ്റർ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നോക്കുകയാണെങ്കിൽ 22 ചാപ്റ്ററുകളാണ് ഇതിൽ 4 മൊഡ്യൂൾ കൂടി വരുന്നത്. ഇനി 5ാമത്തത് പിന്നെ പ്രാക്ടിക്കലായതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഈ 4 മൊഡ്യൂളായിട്ട് അപ്പോൾ നമുക്ക് 22ഓളം ചാപ്റ്ററുകൾ കവർ ചെയ്യാണ്ട്. അതിൽ തന്നെ ഓരോന്നിനും ഓരോരോ കാറ്റഗറി ആയിട്ട് മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങളെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ സിലബസ് അടിസ്ഥാനത്തിലാണ് നമ്മൾ പഠിക്കേണ്ടത്. ആദ്യം സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നതിലാണ് കാര്യം. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കയറിയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ഓരോന്ന് വായിച്ച് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുക. ശേഷം നമ്മൾ ഇപ്പോൾ 1ാമത്തെ മൊഡ്യൂൾ എടുക്കും സമയത്ത് അടുത്ത വീഡിയോയിൽ വരും. അപ്പോൾ ആ വരുന്ന സമയത്ത് മൊഡ്യൂൾ 1ലത്തെ 4 ചാപ്റ്ററുകളും അതിലെന്തൊക്കെ പറയുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. ശേഷം അതിൽ തന്നെ 1ാമത്തെ ചാപ്റ്റർ എടുത്ത് അതിനെ ഫുള്ളായിട്ട് ഡീപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിലൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ കൂട്ടുകാരിലേക്കൊക്കെ അയച്ചു കൊടുക്കുക. അവരിതൊക്കെ ഉപകരിക്കട്ടെ. നമ്മൾ മാത്രം ഉപകരിച്ചാൽ പോലെ അവർക്ക് ഉപകാരം വേണ്ടതൊക്കെ. ഓക്കെ കേട്ടോ.